ആവശ്യത്തിന് വരും. അല്ല ഇജ്ജെന്തിനെ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല എന്നോട് ഞാൻ കടയിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. ആശാനെ കാര്യങ്ങൾ കൈവിട്ട് പോയി ആശാനെ. അതിപ്പോ ഇജ്ജിപ്പോ പുതിയതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇജ്ജ് എന്നേ കൈവിട്ട് പോയേക്കണം. എന്തിച്ച് വന്ന കാര്യം പറയും. ആശാനെ കുറച്ച് പൈസ വേണം റീചാർജ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ റീചാർജിനുള്ള കായ് ചോദിക്കാൻ കട അടച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒന്നങ്ങോട്ട് തന്നാണല്ലോ ദജ്ജാൽ തന്നെ. എന്റെ ആശാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഫോണിൽ 10 പൈസ ഇല്ല. പൈസ ഇല്ല, ഇത് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂല. അപ്പൊ പൈസ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞാ പോലെ എനിക്ക് കാര്യം. അതിന് പീടി കൂട്ടിട്ട് ഇങ്ങോട്ട് വരിക. ആ അപ്പൊ ആശാന ഉണ്ടല്ലോ, ഞാൻ കാര്യം പറയാം. എന്താണ് ഇത്ര അത്യാവശ്യം? നമ്മുടെ ജോസൂട്ടിയും ജെസ്സിയും തമ്മിൽ നല്ല വഴക്ക്. എല്ലാവരും വല്ലതും പറഞ്ഞുണ്ടാക്കിയിട്ട് അത് കേട്ടിട്ട് കണ്ണി കണ്ടു വന്ന് പറയല്ലേ ഞങ്ങൾ. ഇത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ല, ഞാൻ എന്റെ കണ്ണോണ്ട് കേട്ടു. ഞാൻ കണ്ണോണ്ട് കേക്ക് അല്ല കണ്ണോണ്ട് അതുകൊണ്ട് കേട്ടു. ആ ഇത് ശരി, ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചു. ഞാൻ പൊട്ടനാന്ന് വിചാരിക്കണത് എല്ലാവർക്കും അറിയില്ല. അത് ആശാന നാട്ടിൽ കണ്ടവിടെയല്ല ഞാൻ പൊട്ടൻ പൊട്ടൻ പറഞ്ഞ് നടക്കുന്നത്. വേറെ നാട്ടിലത്തെ ആർക്ക് പൊട്ടൻ ഞാൻ പറയില്ല. ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അതിപ്പോ സാധാരണ അങ്ങനെ നിക്കണത് നല്ലതാ. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ സൂത്രത്തിൽ മനസ്സിലാക്കാൻ എന്തുണ്ടായി ഇപ്പൊ അവിടെ? ആശാനെ ഞാൻ പീടിയിൽ നിൽക്കുമ്പോ നമ്മുടെ ജെസ്സിയും നമ്മളെ അപ്പുറത്തെ ബീനേച്ചി ഇല്ലേ, ഏത് ബീനേച്ചി? അവരുടെ അപ്പുറത്തെ ബീനേച്ചി തമ്മിൽ പറയുന്നത്. അപ്പൊ ജെസ്സി ബീനേച്ചിയോട് പറയുന്ന പ്രശ്നങ്ങള് ആകെ പ്രശ്നമുണ്ട്, കുടുംബ പ്രശ്നമുണ്ട്. സീരിയസ് ജോസൂട്ടീനാ. എന്ത് സംഗതി എന്നൊക്കെ അറിയില്ല. സംഗതി ഞാൻ ഉറപ്പിച്ചു, ഇവര് തമ്മിൽ പിരിയും. കണ്ണി കണ്ട് പറഞ്ഞിട്ടാക്കാണ്ട് ഇത് പിരിയും ഉറപ്പ്. അങ്ങനെ അവര് പറഞ്ഞോ? അങ്ങനെ പറയും. നമുക്ക് കണ്ടാ മനസ്സിലാവൂലേ, കേക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് കേൾക്കുന്നില്ല, കാര്യം കേൾക്കില്ല. ആശാൻ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ആശാന് മാത്രമേ ഇത് നടക്കൂലൂ. ആശാൻ അതിന്റെ ഇടയിൽ നിന്നിട്ട് ഇത് നേരെ ഒന്നിച്ച് കൊണ്ടുവരണം. ആശാനെ അത്രക്ക് പ്രശ്നമുണ്ട്. എന്താ പറച്ചോനെ, എന്താണ് ഇപ്പൊ ഇവര് തമ്മിൽ ഇത്ര വലിയ പ്രശ്നം? നല്ല പ്രശ്നമുണ്ട്. ഞാൻ ഏതായാലും ഈ കളികളൊക്കെ നിർത്തിയിട്ട് പുതിയൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ട് ജെസ്സി അതിന് സമ്മതിക്കണില്ലാന്നേ. പരിധിക്കൊരു ഉപകാരം ചെയ്യണം. ആ റസിയാനൊന്ന് പറഞ്ഞു വിട്ടിട്ടെ ഇവളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം. എന്തിനാണ് ഇവളെ എതിർക്കണേന്നൊന്നും അറിയണമല്ല. അല്ല ആളെ റസിയ ഏടാ ചെങ്ങായി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതല്ലേ എന്ന് പറയുന്ന ആളാണ് റസിയ. ആ ആളെ ഈ ഉപദേശിപ്പിക്കാൻ പറ്റുന്നത്. അല്ല വരിക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സ് പിടുത്തം കിട്ടുള്ളൂ. എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇവള് ഇത് വേണ്ട വേണ്ടെന്ന് പറയണെന്നെങ്കിലും നമുക്കറിയാലോ. അല്ല അതിപ്പോ റസിയ പോയിട്ട് എന്തെങ്കിലും ഇപ്പൊ അവളോട് സംസാരിക്കുന്നു വെക്കാം, അതവിടെ കിടക്കട്ടെ. എന്താണ് ഇപ്പൊ എന്റെ ബിസിനസ്? ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ ചെയർമാനായിട്ട് ഞാൻ ഇരിക്കുമ്പോ അവക്ക് അസൂയാണെന്നേ. അവൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി ഇപ്പൊ കുടുംബം നടത്തുന്നതിന്റെ ഒരു ഗമയുണ്ടല്ലോ. ഞാനൊരു അന്തസ്സുള്ള ഉയർന്ന പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവക്കത് കുറഞ്ഞു പോകുന്നുള്ള അസൂയാണിത്. എനിക്കതാ മനസ്സിലാകണത്. അല്ല അസൂയൊക്കെ എന്തിലാവട്ടെ, അതവിടെ കിടക്കട്ടെ. അത് ഇനിയിപ്പോൾ അത് പറഞ്ഞു വരുത്തണ്ട. ഞാൻ പറയണതേ ഓൾക്കും കൂടി താല്പര്യമുള്ളൊരു കാര്യമാകുമ്പോൾ അത് നല്ല രീതിയിൽ നടന്നു പോകും. അതല്ലെങ്കിൽ അതിന് പിന്മാറുക. കാരണം എന്താ വെച്ചാൽ ഒരു വീടെന്ന് പറയുമ്പോൾ എൻ്റെ മാതിരിയുള്ള അതേ അവകാശം അവൾക്കുണ്ട്. അത് വിൽക്കുമ്പോഴല്ലേ? അല്ല വിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ വീട് കച്ചവടം ചെയ്യണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു കുടുംബ ബന്ധം കറക്റ്റായിട്ട് നിലനിൽക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് എല്ലായിടത്തിലും ഉണ്ട്. അത് ചെയ്യുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴാണല്ലോ ഇതൊക്കെ പ്രശ്നമാവണത്. ഇതിപ്പോ ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഓൾക്ക് നല്ല ഒന്നാമതൊരു ജോലി ഉണ്ടായിരുന്നത് നേഴ്സായിരുന്നു ഓള്, അല്ലേ? ആ നേഴ്സായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന അവള് നൈറ്റ് ഡ്യൂട്ടി അനക്ക് ഇത്തിരി ഓവറാണെന്നും പറഞ്ഞിട്ട് അവളോട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാണ്ട് ആ ജോലിയും കൂടി കളഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോന്നോളാണ് ഓള്. അതിപ്പോ വലിയ ത്യാഗമൊന്നുമല്ല. ഞാൻ കെട്ടണതിന് മുമ്പ് പറഞ്ഞ ആ ജോലി കളഞ്ഞോളൂ എന്ന് പറഞ്ഞ് അത് അവളത് ചെയ്ത്. അല്ലാതെ അതിപ്പോ ത്യാഗമൊന്നുമല്ല. ഇവളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഞാനിനി മുടിവെട്ട് പഠിക്കേണ്ടി വരും. ഞാനും ബ്യൂട്ടി പാർലറിൽ നിൽക്കണമെന്നായിട്ട് ഇവളുടെ ആഗ്രഹം. അല്ല അപ്പൊ ഈ ചെയ്യണതൊക്കെ ഭയങ്കര ഇതാണ് അല്ലേ? അല്ല ഓള് അത് പറഞ്ഞു കേട്ടു. അല്ല അനക്കത് ചെയ്യണമെങ്കിൽ അത് അത്ര വലിയ ത്യാഗമൊന്നല്ല. എൻ്റെ പരിക്ക് ഇത് എല്ലാവർക്കും കിട്ടണ ഒരു അവസരമല്ലേ. എന്നോടുള്ള വിശ്വാസവും എൻ്റെ ബന്ധങ്ങളും വെച്ചിട്ടാണ് എൻ്റെ കൂടെ മുരളി അത് ചേരാമെന്ന് പറഞ്ഞിട്ട് വന്നേക്കണത്. അവനാണ് അതിൻ്റെ ലൈസൻസൊക്കെ ഉള്ളത്. അത് എൻ്റെ പേരിലാക്കി തരാം, നല്ലൊരു പോസ്റ്റും തരാന്നൊക്കെ പറഞ്ഞ് ഓഫീസും എടുത്ത് നോട്ടീസും അടിച്ച് എല്ലാം തുടങ്ങാൻ തീരുമാനിച്ചേക്കണേ. അതൊക്കെ ആയിക്കോട്ടെ ജോസുട്ടേ, ഞാൻ പറഞ്ഞൊന്ന് ആലോചിക്കുക. അല്ല ഞാൻ പറഞ്ഞോന്ന് മാത്രം. ഇതിൽ എനക്ക് ഒരു രണ്ടു കൂട്ടരും കൂടി ഒത്തുപോകുന്നൊരു സംഗതിയാണെങ്കിൽ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവള് വേണ്ടാന്ന്. ഇവളുടെ അഭിപ്രായവും വേണ്ട, ഇവളും വേണ്ട ആ ബിസിനസ്സിൽ. അവളുടെ പൈസയും വേണ്ട. ഞാനത് വൃത്തിയായിട്ട് പോയി നോക്കി നടത്തി വരുമാനം കിട്ടി ഇവക്ക് തന്നെയല്ലേ നല്ലത്. എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം. അല്ല ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു വരിക. ഇപ്പൊ ഉദ്ഘാടനം ഞാൻ പറയും, കുടുംബസമേതം വന്നേക്കണം. ആയിക്കോട്ടെ.
ഭയങ്കര പണിയിലാണല്ലോ. ഗ്യാസ് മേടിച്ചു തരാൻ പറയടോ. ഗ്യാസ് വാങ്ങിച്ചേരാൻ വാസുവേട്ടനോട് എന്നോട് പറഞ്ഞാൽ തരാം. ഞാൻ ഇത്തിരി വിറകൊക്കെ ഒന്ന് പൈസ കൊടുത്താൽ കിട്ടുമല്ലോ. അത് ചോദിച്ചപ്പോ പറഞ്ഞു പറമ്പിൽ നല്ലോണം ഉണ്ട് പെറുക്കി എടുത്തോളാം. പിന്നെയാണ് ഗ്യാസ് വാങ്ങിച്ചു തരണേ. ഇതൊക്കെ പാടല്ലേടി. പാടാടി ഉണ്ടാക്കാനാ. എന്തായി നമ്മളെ പരീക്ക ജോസൂട്ടിനോട് പറഞ്ഞാ പോയിട്ട്? അതൊന്നും പറയാത്ത വേദം. ജോസഫിന്റെ അടുത്ത് എന്ത് പണ്ട് തലേക്കാരനില്ലാന്ന്. അതങ്ങനെയാണ് ഈ ആണുങ്ങൾക്ക് ചില സമയത്തുണ്ട് ചിഹ്നടിച്ച മാതിരി ഓരോ പൊട്ടബുദ്ധികൾ പറയും. അതിപ്പോ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് എന്നോട് പറയല്ലേ തയ്യൽ പഠന കേന്ദ്രം തുടങ്ങണം. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആദ്യം നിങ്ങളും കുഞ്ഞുട്ടനും കൂടി അവിടെ ഇരുന്ന് പഠിക്കണം. അപ്പൊ എന്റെ മിണ്ടണില്ല, നാണക്കേടായി പോയല്ലോ. പിന്നെ മിണ്ടിയിട്ടില്ല. ഇവിടെ വാസുവേട്ടെ ഒരു ദിവസം ഭയങ്കര വിറ്റ് എന്നോട് അറിയാതെ നിലമ്പൂരിന്ന് കുറച്ച് തേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാനൊരു വലിയ ഇതങ്ങ് തുടങ്ങിയാലോ. ഇവിടെ കിട്ടുന്ന പണിയില്ലേ, മര്യാദയ്ക്ക് ദിവസവും പണിക്ക് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് അതിൻ്റെ അകത്ത് കിട്ടും. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഒരൊറ്റ പോകാം. പിന്നെ നിലമ്പൂരൊന്നുമില്ല, തേക്കൊന്നുമില്ല, ഒന്നുമില്ല. കേക്കോ ഇല്ല കാര്യമുണ്ട്. ഇവിടെ കിട്ടുന്ന പണിയെങ്കിലൊന്നും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലല്ലേ. എന്തായാലും നിന്റെ ചോറും കറിയൊക്കെ ആയാ? ചോറും കറി ആയിട്ടില്ല, കൂട്ടാൻ വെക്കണം. ചോറൊക്കെ ആയി. എനിക്കിപ്പോ ഇതൊക്കെ വെട്ടിയിട്ട് വേണം ചോറ് വെക്കാൻ കേട്ടോ. പിന്നെണ്ടല്ലോ എന്താ എന്തോന്ന് പറയാൻ വിചാരിച്ചതല്ലേ. എന്താ നീ ഓനെ അങ്ങോട്ട് ഇട്ടപ്പോ അങ്ങ് പറഞ്ഞു. ആ ജെസ്സി അത് തിരിച്ചിട്ട് നീ ഓർമ്മ കിട്ടി ജെസ്സിന്റെ കാര്യം. ജെസ്സി സമ്മതിക്കുവോ? ഓള് സമ്മതിക്കൊന്നുമില്ല. ഓക്ക് നമ്മളെക്കാട്ട് ബുദ്ധിയുള്ളതാ. പിന്നെ ഇപ്പൊ ഇന്ന് പരീക്ക ഓളോട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഓളെന്താ പറയണത് നമുക്ക് നോക്കാലോ. ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോ അറിയാവുന്നത് എന്താണ്. എന്തെങ്കിലും തട്ടിപ്പായിരിക്കും. പിന്നല്ലാതെ ഇച്ചേന്റെ പഴയൊരു ഫ്രണ്ട് ഉണ്ട്, മുരളി എന്ന് പറഞ്ഞിട്ട്. അയാളും ഇച്ചേനും കൂടിയിട്ട് കുറെ പെണ്ണുങ്ങളെ ഈ നേഴ്സ് എന്ന രീതിയിൽ മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ റിക്രൂട്ട് ചെയ്യില്ലേ, ആ പരിപാടിയാണ് ഈ ചെയ്യാൻ പോണേ. അതിനാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. വേണ്ടട്ടോ, അത് ഭയങ്കര കുഴപ്പമാണ്. ആ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ സമ്മതിക്കില്ല വാസുവേട്ടാ. ഇതിന്റെ പേരിൽ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാ. മനുഷ്യക്കടത്തുന്ന പേരിലെ പോലീസ് കേസ് വരെ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിക്കണ്ട, സമ്മതിക്കില്ല എന്നെ. അല്ല ജെസ്സിയെ, ഒരു റിസ്ക് എടുക്കാണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ലല്ലോ ജെസ്സി. അതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്ത് റിസ്ക് എന്നാ പറയണത്? ഓലെ ജയിലാക്കാനുള്ള പരിപാടിയാ. അല്ല ഇതെന്ത് വർത്താനാ നീ പറയണത്? ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത്? വീട്ടു ജോലിക്കാരുടെ വിസയിലാണ് ഈ പിള്ളേരെ അങ്ങോട്ട് അയക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പോലീസ് പിടിച്ച ജയിലിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല അതാവും ഉറപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെ പരിപാടിയില്ലേ? ഇക്കൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ടല്ലോ. ഇത് ആരോട് പറഞ്ഞു മനസ്സിലാക്കാനാണ്? 2 ദിവസമായിട്ട് വീട്ടിൽ ഇത് തന്നെയാണ് സംസാരം. ഞാൻ പറയുമ്പോ ഇക്ക എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് എനിക്ക് കോംപ്ലക്സ് ആണെന്നാ പറയുന്നത്. ഇത് സമ്മതിക്കണ്ട. അല്ല ഇങ്ങനെ ഒരു സംഗതി ഉള്ള കാര്യം എന്താ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്നറിയാം. അതെ ഇജിപ്പോ ബഹളം ഉണ്ടാക്കണ്ട. ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഞാൻ പറയണ എന്താ വെച്ചിട്ടുണ്ടോ, ഇജിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ അവന്റെ കൂടെ അവൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് നിക്ക്. അതെന്ത് വർത്താനാണ്? എടി പറയണെന്ന് മനസ്സിലാക്കാ. അത് ഇജ്ജ് വെറുതെ ചാടി കളിക്കാണ്ട് എന്താ കാര്യം എന്ന് പറയാണ്ട് വെറുതെ ചാടല്ലേ. ഇപ്പൊ തൽക്കാലം ഓൻ പറയണതിനനുസരിച്ച് മൂളിയിട്ട് നിന്നോ. എതിർക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഒരു എതിർപ്പ് ഉണ്ടാക്കണ്ട. എന്നിട്ട് അത് കുറച്ച് കഴിയട്ടെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ എതിർക്കാതെ ഇരുന്ന് കഴിഞ്ഞാ ആ സംഗതിക്ക് അനുകൂലിക്കണ പോലെ ആവില്ലേ? വാസുട്ടി അനുകൂലിക്കാതിരിക്കലല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി കഴിഞ്ഞാല് ഇവര് തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറും. കച്ചവടമൊക്കെ അവിടെ നിൽക്കട്ടെ. കായ് ഉണ്ടാക്കലും കച്ചവടമല്ല, അത് അവിടെ നിൽക്കട്ടെ. ആദ്യം കുടുംബം ഉണ്ടാവണല്ലോ. അപ്പൊ ഈ ഇപ്പൊ തൽക്കാലം അവൻ പറഞ്ഞതിനൊരു ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നായി. അത് നടക്കണ കാര്യമില്ലേ? ഞാനിപ്പോ എതിർക്കാതിരുന്ന ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകൂലേ? അതിനൊരു കാലതാമസമൊക്കെ ലജ്ജ അങ്ങോട്ട് ഇന്നങ്ങോട്ട് പറഞ്ഞിട്ട് നാളെ അങ്ങോട്ട് ബിസിനസ് തുടങ്ങല. അത് ജെസ്സിയെ പരീക്കുട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട്. അതല്ലേ പറഞ്ഞേ? അതായത് ഇത് 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ ഇപ്പൊ എതിർക്കാൻ നിൽക്കണ്ട, ഇപ്പൊ അനുകൂലിച്ച് നിക്ക്. അപ്പൊ തൽക്കാലത്ത് ഈ വഴക്കുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പാണോ അവൻ കുടുങ്ങൂലെന്ന്? എന്ത് കുടുങ്ങൂലെന്ന്? ഇജിപ്പോ എന്താ ഈ ചാടി പറഞ്ഞത്? അപ്പൊ ഞാനെന്താ പേരെ കുടുംബം തകർക്കാൻ വേണ്ടിട്ട് നടക്കുന്ന പറയണത് ആണോ? ഒന്നാമത് കാര്യങ്ങളാണ് 2 വളവളാന്ന് പറയാൻ നിൽക്കല്ലേ. ഒരു കാര്യം സംസാരിക്കണതിന്റെ ഇടയിൽ വെറുതെ ബഹളം ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കൂട്ടണ്ടേക്കാ. ഇപ്പൊ ഞാൻ സമ്മതിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ഞാൻ പറഞ്ഞു ഇജിപ്പോ അതിനനുസരിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മൂളി മുക്കി അവിടെ നിന്നാ മതി. എന്നിട്ട് അതിന്റെ കാര്യ ഗൗരവത്തോടെ എടുക്കുമ്പോ അപ്പൊ
ഇതിന് ഇത്ര നേരം അനുകൂലിച്ച ഒരാള് പറയണേലും കാര്യം ഉണ്ടാവില്ല എന്ന് ആലോചിക്കാനുള്ള ഒരു സമയം അവന് കൊടുക്കേ. ഇത് എടുത്തു പിടിച്ച് വെച്ചിട്ട് അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഏതാണെങ്കിലും അങ്ങനെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കി നിൽക്കുക. കാര്യങ്ങളോട് അടുക്കുമ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാന്നേ. അതിന് സമയമുണ്ടല്ലോ. ആ അങ്ങനെയൊക്കെ അല്ലേ. ആ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നിക്കാം. അതാ നല്ലത്, അതാണ് അതിന്റെ ശരി. ഇത് അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂരം കുട്ടീസ്.